ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐക്കൺ സ്റ്റാർ അല്ലു അർജുന്റെ ഏറ്റവും പുതിയ സിനിമയായ പുഷ്പ ദ റൂൾ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് അങ്ങ് ജപ്പാനിലാണ്. ജപ്പാനിലുള്ള ഒരു ഹാർബറിൽ ഒരു ചരക്ക് കപ്പലിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ എടുത്തു വെക്കുന്നതിനിടയിൽ ഒരു കണ്ടെയ്നർ ഓവർലോഡ് ആയതിനാൽ ക്രെയിനിന്റെ റോപ്പ് പൊട്ടി താഴേക്ക് വീഴുന്നു. താഴെ വീണ കണ്ടെയ്നറിന്റെ ഡോർ തുറന്ന് അതിലുണ്ടായിരുന്ന ചരക്കെല്ലാം പുറത്തേക്ക് വീഴുന്നു. ആ കണ്ടെയ്നർ നിറയെ ചന്ദനത്തടികളായിരുന്നു. അതറിഞ്ഞ് അവിടേക്ക് ആ ഹാർബറിന്റെ ഹെഡ് വരുന്നു. അപ്പോഴാണ് ആ കണ്ടെയ്നറിനകത്ത് ചന്ദനത്തടികളുടെ ഇടയിൽ ഒരാളുണ്ടെന്ന് അവർ അറിയുന്നത്. അതും ഒരു ഇന്ത്യക്കാരൻ. ആ ഹാർബറിന്റെ ഹെഡ് പറഞ്ഞതനുസരിച്ച് അയാളുടെ ആളുകൾ ആ കണ്ടെയ്നറിന്റെ അകത്തുണ്ടായിരുന്ന ആളുടെ കാലിൽ കയറുകെട്ടി ക്രെയിനിൽ പൊക്കി നിർത്തുന്നു. ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നയാൾ ആരായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതെ, അതാണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ പുഷ്പരാജ്. അത് പുഷ്പയാണെന്നറിഞ്ഞ ഹാർബറിന്റെ ഹെഡ് തന്റെ ആളുകളോട് പുഷ്പയെ കൊല്ലാൻ പറയുന്നു. എന്നാൽ നമ്മുടെ പുഷ്പ നാഷണൽ അല്ല, ഇന്റർനാഷണൽ ആണല്ലോ. അതിനാൽ തന്നെ അവിടെയുള്ള എല്ലാവരെയും നമ്മുടെ പുഷ്പ അടിച്ചു വീഴ്ത്തുന്നു. പുഷ്പ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജപ്പാനിൽ പോയി തല്ലുണ്ടാക്കുന്നത് എന്നല്ലേ? ഇതിനു മുൻപ് പുഷ്പ അവിടേക്ക് അയച്ച ചരക്കിന്റെ പേയ്മെന്റ് ഇനിയും കിട്ടിയിരുന്നില്ല. അത് വാങ്ങുന്നതിനാണ് പുഷ്പ ജപ്പാനിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പുഷ്പയുടെ അടുത്ത് ഇപ്പോഴുള്ളതെല്ലാം ഒറിജിനൽ ബോസ്. അങ്ങനെ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശരിക്കുള്ള ബോസ് വന്ന് പുഷ്പയെ തോക്കുകൊണ്ട് വെടിവെക്കുന്നു. വെടികൊണ്ട പുഷ്പ കടലിലേക്ക് വീണ് താഴ്ന്നു പോകുന്നതായി കാണിക്കുന്നു. അപ്പോൾ സീൻ കട്ടായി ഇവിടെ പുഷ്പയുടെ നാട് കാണിക്കുന്നു. അവിടെ ചന്ദനത്തടി വെട്ടാൻ പോകുന്ന തൊഴിലാളികളെല്ലാവരും ലോറിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ ശ്രീനു എന്നൊരാളും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അടുത്ത ദിവസം കല്യാണമാണ്. അതിനാൽ കൂടെയുള്ള എല്ലാവരും എന്താടാ നാളെ നിന്റെ കല്യാണമല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാണ് ഇന്ന് ജോലിക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ശ്രീനു കല്യാണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, എന്നാൽ വിശ്വാസം അതല്ലേ എല്ലാം. പുഷ്പാണ്ണന് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴാണ് അവരുടെ കൂടെ ചന്ദനത്തടി വെട്ടാൻ കാത്തിരിക്കുന്നവരിൽ ഒരാളെ കാണിക്കുന്നത്. ആരാണെന്നല്ലേ? അത് താടി വെച്ച ഷക്കാവത്തായിരുന്നു. നമ്മുടെ ഷക്കാവത്ത് വേഷം മാറി ചന്ദനത്തടി വെട്ടുന്നവരുടെ കൂടെ ജോലിക്കായി ലോറിയിൽ കയറി പോകുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് കാട്ടിൽ പോയി ചന്ദനമരമെല്ലാം വെട്ടി ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്നല്ലേ? നമ്മുടെ ഷക്കാവത്ത് സാർ തലയിലെ കെട്ടെല്ലാം അഴിച്ചു മാറ്റി തന്റെ മൊട്ടത്തല കാണിച്ചിട്ട് തന്റെ വയർലെസ് സെറ്റ് എടുത്ത് SI കുബ്ബരാജിനോട്, കുബ്ബരാജണ്ണ ഇപ്പോൾ എല്ലാവരും പോരെ, ഇപ്പോൾ വന്നാൽ എല്ലാവരെയും തൊണ്ടി സഹിതം പിടികൂടാം എന്ന് പറയുന്നു. അങ്ങനെ ഷക്കാവത്ത് തന്റെ പോലീസുകാരെ എല്ലാം വെച്ച് അവിടെ ചന്ദനമരം മുറിക്കാൻ വന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം ചന്ദനമരം മുറിക്കാൻ പോയ കല്യാണച്ചെറുക്കൻ ശ്രീനുവിന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായി കാണിക്കുന്നു. കല്യാണ പെണ്ണ് നേരത്തെ ഒരുങ്ങി കല്യാണ മണ്ഡപത്തിൽ വന്നിരുന്നെങ്കിലും കല്യാണച്ചെറുക്കനെ മാത്രം കാണാനില്ലായിരുന്നു. എന്തെന്നാൽ കല്യാണച്ചെറുക്കൻ ശ്രീനു ആ സമയം ലോക്കപ്പിലായിരുന്നല്ലോ. അതറിഞ്ഞ കല്യാണ പെണ്ണിന്റെ അച്ഛൻ തന്റെ മകളോട് ഇവിടെ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കേണ്ടവൻ അവിടെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്, ഈ കല്യാണം ഇനി നടക്കാൻ പോകുന്നില്ല മോളെ എന്ന് പറയുന്നു. അതിന് കല്യാണ പെണ്ണ് അവൻ എന്നോട് പറഞ്ഞിട്ടാണ് തടിവെട്ടാൻ പോയത്, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അവൻ ഉറപ്പായും വരും, എനിക്കുറപ്പുണ്ട് എന്ന് പറയുന്നു. അതിനച്ഛൻ അവൻ എങ്ങനെ വരാനാണ്, ഒരു കൂലിക്കാരനെ വെളിയിലെടുക്കാൻ പുഷ്പ സ്റ്റേഷനിൽ കയറി ഇറങ്ങുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സീൻ കട്ടായി ആ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ പുഷ്പ വരുന്നതായി കാണിക്കുന്നു. ആ സമയം ആ സ്റ്റേഷനിൽ ഷക്കാവത്ത് ഇല്ലായിരുന്നു. പുഷ്പ അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞു, ഇനി 1 മണിക്കൂറിനുള്ളിൽ അകത്തുള്ള ശ്രീനു എന്ന ഒരാളുടെ കല്യാണമാണ്, അതിനാൽ എനിക്ക് അവനെ മാത്രം വേണം. അതിന് പോലീസുകാർ അത് പറ്റില്ല പുഷ്പ, ഷക്കാവത്ത് സാർ പഴയതുപോലെയല്ല, മാത്രവുമല്ല ശ്രീനുവിന്റെ പേര് FIR-ലുണ്ട് എന്ന് പറയുന്നു. അതിന് പുഷ്പ തന്റെ കൂടെയുള്ളവരിൽ നിന്നും മറ്റൊരു ശ്രീനുവിനെ ലോക്കപ്പിലേക്ക് കയറ്റിയിട്ട് കല്യാണച്ചെറുക്കൻ ശ്രീനുവിനെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോഴാണ് പുഷ്പ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ശ്രീനുവിന്റെ നെഞ്ചിലെല്ലാം ലാത്തി വെച്ച് അടിച്ചതിന്റെ പാടുകൾ ശ്രീനുവിന്റെ ദേഹത്ത് മാത്രമായിരുന്നില്ല, ആ ലോക്കപ്പിലുള്ള എല്ലാവരുടെ ദേഹത്തും ലാത്തിയുടെ പാടുകൾ ഉണ്ടായിരുന്നു. അത് കണ്ട പുഷ്പ ആ സ്റ്റേഷനിലുള്ള പോലീസുകാരെ എല്ലാം ഒന്ന് നോക്കി. അപ്പോൾ സീൻ കട്ടായി ആ സ്റ്റേഷനിലേക്ക് ഷക്കാവത്തും ഇൻസ്പെക്ടർ കുബ്ബരാജും വരുന്നതായി കാണിക്കുന്നു. അവർ സ്റ്റേഷനിനകത്ത് വന്നു നോക്കുമ്പോൾ അതാ സ്റ്റേഷനിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല.
ആരുമേ ഇല്ല. എന്നാൽ ലോക്കപ്പിലുണ്ടായിരുന്ന പ്രതികൾ മാത്രമല്ല, സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാർ സഹിതം ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം ഒരു കോൺസ്റ്റബിൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ പുഷ്പ വന്നിരുന്നു. എന്നിട്ട് പുഷ്പയുടെ ആളുകളെയെല്ലാം കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ പോലീസുകാരെല്ലാവരും ചേർന്ന് തടയാൻ നോക്കിയിട്ട് പറഞ്ഞു, പുഷ്പ അവരെ കൊണ്ടുപോകരുത്, ഞങ്ങളുടെ ജോലിയെല്ലാം പോകുമെന്ന്. അതിന് പുഷ്പ എല്ലാ പോലീസുകാർക്കും അവർ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളവും PF-ഉം എന്തിന് കൈക്കൂലി സഹിതം ചേർത്ത് അവർക്ക് കിട്ടേണ്ട പൈസ സെറ്റിൽ ചെയ്ത് എല്ലാവരെയും പറഞ്ഞയച്ചു എന്ന് പറയുന്നു. അങ്ങനെ കല്യാണ ചെറുക്കൻ ശ്രീനുവിനെ കറക്റ്റ് സമയത്ത് മണ്ഡപത്തിലെത്തിച്ച് പുഷ്പ കല്യാണവും അടിപൊളിയാക്കി നടത്തി. അതോടെ പുഷ്പയുടെ റൂൾ ആരംഭിച്ചു. അങ്ങനെ സീൻ കട്ടായി പുഷ്പയുടെ വീട് കാണിക്കുന്നു. പുഷ്പ ആ സമയം MLA സിദ്ധപ്പയുടെ കൂടെ CM-നെ കാണാൻ പോകുന്നതിനായി റെഡിയാവുകയായിരുന്നു. ആ സമയം പുഷ്പയുടെ ഭാര്യ ശ്രീവല്ലി പുഷ്പയോട് CM സാറിന്റെ കൂടെ മീറ്റിംഗിന് പോയിട്ട് വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് വരണേ എന്ന് പറയുന്നു. അതിന് പുഷ്പ അതെന്തിനാണ് എന്ന് ചോദിക്കുന്നു. അതിന് ശ്രീവള്ളി ആ ഫോട്ടോ നമ്മുടെ ഹാളിൽ തൂക്കിയിട്ട് എല്ലാവരോടും എന്റെ കെട്ടിയവൻ CM സാറിന്റെ കൂടെയൊക്കെ മീറ്റിംഗിന് പോയിട്ടുണ്ട് എന്ന് എനിക്ക് പൊങ്ങച്ചം പറയാലോ എന്ന് പറയുന്നു. അതിന് പുഷ്പയും ഓക്കെ പറഞ്ഞു. അങ്ങനെ MLA സിത്തപ്പയും പുഷ്പയും CM-ന്റെ അടുത്തെത്തി. MLA സിത്തപ്പ CM-ന് പുഷ്പയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിന് CM പുഷ്പയെ അറിയാത്തവരായി ആരാണുള്ളത്? അടിക്കടി പുഷ്പയുടെ ന്യൂസ് എന്റെ അടുത്ത് എത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ കാലിയാക്കലും പോലീസുകാർക്ക് റിട്ടയർമെന്റ് കൊടുത്തതടക്കം എല്ലാം. മാത്രവുമല്ല പുഷ്പയുടെ പേര് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹി വരെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രധാന ഫണ്ടർ കൂടിയാണല്ലോ പുഷ്പ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പുഷ്പ എന്ന് CM പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുഷ്പ CM-ന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനായി CM-ന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് CM ഒരു ട്വിസ്റ്റ് പുഷ്പയ്ക്ക് വെക്കുന്നത്. എന്താണെന്നല്ലേ, ഫണ്ട് തരുന്നുണ്ട് എന്നും പറഞ്ഞ് കടത്തൽക്കാരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിലും ആരെങ്കിലും ഭാര്യയുടെ വാക്കും കേട്ട് അതുപോലെ ചെയ്യാൻ നടക്കുമോ? നോക്കൂ പുഷ്പ, ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരിച്ചവരാരും വിജയിച്ച ചരിത്രമില്ല. അത് കേട്ട് പുഷ്പയ്ക്ക് കലിപ്പായെങ്കിലും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് വന്ന് വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു. അങ്ങനെ MLA സിദ്ധപ്പ CM-യുമായുള്ള മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുഷ്പയുടെ അടുത്തേക്ക് വരുന്നു. പുഷ്പ സിദ്ധപ്പയോട് ചോദിച്ചു, നീ CM ആയാൽ നിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ? അതിന് സിദ്ധപ്പ, അതെന്താ പുഷ്പ അങ്ങനെ ഒരു ചോദ്യം? നീ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാതിരുന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അതിന് പുഷ്പ, എങ്കിൽ നീ CM ആയിക്കോ എന്ന് പറയുന്നു. അത് കേട്ട് MLA സിദ്ധപ്പയുടെ കിളി പോയി. എന്ത് CM-ഓ? എന്ത് പറ്റി പുഷ്പ? വട്ടായോ? CM ആകണമെങ്കിൽ ഒത്തിരി പണം വേണം, കുറഞ്ഞത് ഒരു 100 കോടിയെങ്കിലും ചെലവാകും എന്ന് പറയുന്നു. അതിന് പുഷ്പ, 100 കോടിയോ? 1000 കോടി തരാം, നീ CM ആയിക്കോ എന്നും പറഞ്ഞ് MLA സിദ്ധപ്പയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ഫോട്ടോഗ്രാഫറോട് ഈ ഫോട്ടോ ജനുവരി 24-ാം തീയതി എന്റെ വീട്ടിൽ എത്തിച്ചേക്കണം എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ MLA സിദ്ധപ്പ ഡൽഹിയിൽ പ്രൈം മിനിസ്റ്ററെ കാണാൻ വന്നതായി കാണിക്കുന്നു. സിദ്ധപ്പ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, 20 വർഷമായി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, മാത്രവുമല്ല അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് പൈസ ചോദിച്ചപ്പോഴെല്ലാം അതും ഞാൻ തന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള CM-നേക്കാൾ എന്തുകൊണ്ടും CM ആകാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് പറയുന്നു. അതിന് പ്രൈം മിനിസ്റ്റർ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി സിദ്ധപ്പ, എന്നാൽ നീ ഇപ്പോൾ സംസാരിക്കുന്നത് നിന്റെ വാക്കുകളല്ല, നിന്റെ പുറകിൽ ആരാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. ആ സമയം PM-ന്റെ അനിയൻ പ്രതാപ് റെഡ്ഡിയിൽ നിന്നും കോൾ വരുന്നതായി കാണിക്കുന്നു. പ്രതാപ് റെഡ്ഡി PM-നോട് പറഞ്ഞു, നിന്നോട് ഡീൽ സംസാരിക്കണം എന്നും പറഞ്ഞ് ഒരുത്തൻ 5 കോടിയുമായി എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. അതിന് PM, ആരാണവൻ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രതാപ് റെഡ്ഡി ഫോൺ പുഷ്പയുടെ കയ്യിൽ കൊടുത്തു. പുഷ്പ PM-നോട്, സാർ എന്റെ പേര് പുഷ്പ എന്ന് പറഞ്ഞു തീർന്നതും അതാ PM-ന്റെ ഓഫീസിലേക്ക് ഒരു പുതിയ സോഫ വരുന്നു. പുഷ്പ പറഞ്ഞു, ആ സോഫ തലൈവർക്കുള്ളതാണ്, അതിൽ 25 കോടിയുണ്ട്. അതിനു PM, ഇതിനു പകരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അതിന് പുഷ്പ, എനിക്ക് സിദ്ധപ്പ CM ആകണം എന്ന് പറയുന്നു. അതിനു PM, അത് നീ മാത്രം വിചാരിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നു. അതിന് പുഷ്പ, ഞാൻ എന്തായാലും തീരുമാനിച്ചു സാർ, സാറിന് പറ്റില്ലെങ്കിൽ വേണ്ട, എന്തായാലും ആ സോഫ സാർ വെച്ചോ, ഞാൻ കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങാറില്ല, എന്റെ കയ്യിൽ അതുപോലെയുള്ള 1000 സോഫകളുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ PM-യുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സിദ്ധപ്പ പുഷ്പയെ ഫോൺ ചെയ്തിട്ട്, നിനക്കെന്താ ഭ്രാന്താണോ, ഫോൺ സംസാരിക്കുന്നതിന് കോൾ ചെയ്ത്
ചെയ്ത് കൊടുത്തവന് 5 കോടി, ഫോണിൽ സംസാരിച്ചവന് 25 കോടി. ഇങ്ങനെ വഴിയെ പോകുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്നാൽ സിൻഡിക്കേറ്റിലുള്ളവർക്ക് ആര് മറുപടി പറയും എന്ന് ചോദിക്കുന്നു. അതിന് പുഷ്പ, സിൻഡിക്കേറ്റിന്റെ പണം അവിടെ തന്നെ ഉണ്ടാകും, എന്നാൽ സിൻഡിക്കേറ്റിലേക്ക് വരുന്ന പൈസയുടെ അളവിൽ മാറ്റം വരും. അതായത് മംഗളശീലന് ലോഡ് കൊടുത്തിരുന്നപ്പോൾ ടണ്ണിന് 50 ലക്ഷം വെച്ചാണ് മംഗളശീലൻ തന്നിരുന്നത്. എന്നാൽ മംഗളശീലന്റെ അടുത്ത് നിന്നും മംഗളശീലൻ ലോഡ് കൊടുത്തിരുന്ന ചെന്നൈ മുരുകന്റെ അടുത്ത് ചരക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ടണ്ണിന് 1.5 കോടി കിട്ടി. എന്നാൽ മുരുകന് കൊടുക്കാതെ മുരുകൻ ചരക്ക് വിൽക്കുന്നയാൾക്ക് കൊടുത്താലോ? അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ പുഷ്പ ചെന്നൈ മുരുകൻ ലോഡ് വിൽക്കുന്ന മാലദ്വീപിലുള്ള ശിവയുടെ അടുത്ത് വന്നതായി കാണിക്കുന്നു. പുഷ്പയെ കണ്ടിട്ട് ശിവയ്ക്ക് പുഷ്പ ഏതോ ലോക്കൽ പാർട്ടി ആണെന്നാണ് തോന്നിയത്. അതിനാൽ ശിവ പുഷ്പയോട് പറഞ്ഞു, പെട്ടെന്ന് ബിസിനസ് എന്താണെന്ന് പറയണം. എനിക്ക് 50 ടൺ 100 ടണ്ണിന്റെ ഒക്കെ കച്ചവടം അത്ര ഇഷ്ടമല്ല. ഏറ്റവും കുറഞ്ഞത് 1000 ടണ്ണിന്റെ കച്ചവടമേ ഞാൻ ചെയ്യാറുള്ളൂ. 100 ടൺ 200 ടൺ പോലുള്ള ചെറിയ ചെറിയ ഡീലിംഗ്സിന് എനിക്ക് ഇന്ത്യയിൽ ഒത്തിരി ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് പുഷ്പ, എങ്കിൽ നീ നിനക്കറിയാവുന്ന എല്ലാവരെയും ഫോൺ വിളിക്ക് ശിവ, 100 ടണ്ണൊന്നും വേണ്ട, ഒരു 10 ടൺ വാങ്ങി കാണിക്ക് എന്ന് പറയുന്നു. അത് കേട്ട് ശിവ നേരെ ഫോൺ ചെയ്തതോ നമ്മുടെ ചെന്നൈ മുരുകനെ. എന്നിട്ട് എനിക്കൊരു 10 ടൺ ചരക്ക് വേണം എന്ന് പറയുന്നു. അത് കേട്ട് ചെന്നൈ മുരുകൻ നേരെ ഫോൺ ചെയ്തത് നമ്മുടെ പുഷ്പയെ. എന്നിട്ട് പുഷ്പയോട്, പുഷ്പ എനിക്കൊരു 10 ടൺ ചരക്ക് വേണം എന്ന് പറയുന്നു. അതിന് പുഷ്പ, ഞാൻ ഒരു മീറ്റിംഗിലാണ്, കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം എന്ന് പറയുന്നു. അത് കണ്ട ശിവ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും തന്റെ ആൾക്കാരെ മാറി മാറി ഫോൺ ചെയ്യുന്നു. എന്നാൽ ആ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും തിരിച്ചു വിളിച്ചതോ ഒറ്റയാളെ, അത് നമ്മുടെ പുഷ്പയെ. പുഷ്പ ശിവയോട് പറഞ്ഞു, നമുക്ക് ഇനി ബിസിനസ് സംസാരിക്കാം. അതായത് 2000 ടൺ ലോഡ് ഉണ്ട്, എനിക്ക് ടണ്ണിന് 2.5 കോടി വെച്ച് വേണം എന്ന് പറയുന്നു. അതിന് ശിവ, 2000 ടൺ എന്നാൽ 5000 കോടി രൂപ, ശരി ഡീൽ ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ പുഷ്പ തിരികെ തന്റെ നാട്ടിലെത്തി. എന്നിട്ട് 2000 ടൺ ചരക്കിനുള്ള പണിയും തുടങ്ങി. അതിനുവേണ്ടി 2000 രൂപ കൊടുത്തുകൊണ്ടിരുന്ന കൂലിക്കാർക്ക് 10000 രൂപ വരെ ശമ്പളമായി പുഷ്പ കൊടുക്കാൻ തുടങ്ങി. പിന്നെ സിൻഡിക്കേറ്റിലെ മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് തനിക്ക് 2000 ടൺ ചരക്ക് വേണം, അതിനുള്ള പണി തുടങ്ങിക്കോ എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി നമ്മുടെ ഷെക്കാവത്തിനെ കാണിക്കുന്നു. ഷെക്കാവത്തിനെ കാണുന്നതിനായി മംഗളം സീനുവിന്റെ ഭാര്യ ദാക്ഷായണി വന്നു. എന്നിട്ട് ഷെക്കാവത്തിനോട്, നീയും എന്റെ ഭർത്താവ് മംഗള സീനുവും ആണാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ഇവിടെ ഒത്തിനകത്ത് കയറി ഒളിച്ചിരുന്നു. പുഷ്പ അവിടെ 2000 ടൺ ചരക്ക് പുറത്തേക്ക് കയറ്റി അയക്കുന്നതിനായി എല്ലാ സ്ഥലത്തു നിന്നും ചരക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചരക്കെല്ലാം പുഷ്പ എവിടെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മാത്രം അറിയില്ല. നമുക്കത് എങ്ങനെയെങ്കിലും തടയണം. പുഷ്പയ്ക്ക് പോകുന്ന ലോഡിൽ ഏതെങ്കിലും ഒരു വണ്ടി നീ തടഞ്ഞാൽ ബാക്കി ഞാൻ എന്റെ ഭർത്താവ് മംഗളശീലനെ വെച്ച് ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ഷെക്കാവത്ത് ചെക്ക് പോസ്റ്റ് തടഞ്ഞ് 2 ലോഡ് ചരക്ക് പിടികൂടുന്നു. എന്നിട്ട് ആ ചരക്ക് ലോറിയോട് കൂടി തന്നെ പെട്രോൾ ഒഴിച്ച് ആ ചരക്കെല്ലാം കത്തിച്ചതുമില്ലാതെ ആ ലോഡിന്റെ ഉടമയെ കൊല്ലുകയും ചെയ്യുന്നു. അതറിഞ്ഞ ദാക്ഷായണി ഷെക്കാവത്തിനോട്, നീ എന്തിനാണ് അയാളെ കൊന്നത്? ലോഡ് പിടിച്ചെടുത്ത് ആ ലോഡിന്റെ ഉടമയെ ഒന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുന്നു. അതിന് ഷെക്കാവത്ത്, ഞാൻ അവനെ പേടിപ്പിച്ചാൽ അവൻ മാത്രമേ പേടിക്കൂ, എന്നാൽ അവനെ ഞാൻ കൊന്നാലോ സിൻഡിക്കേറ്റിലുള്ള ബാക്കി എല്ലാവരും ഒന്ന് പേടിക്കും എന്ന് പറയുന്നു. ഷെക്കാവത്ത് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു പിന്നീട് നടന്നത്. അതായത് ഷെക്കാവത്ത് കൊന്നയാളുടെ ശവസംസ്കാരം കൂടാൻ വന്ന മന്ത്രി സിദ്ധപ്പയോട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും ചേർന്ന്, ഇത് പുഷ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ഷെക്കാവത്തിന്റെ ഒരു വാണിംഗ് ആണ്. പണത്തിനേക്കാൾ വലുതല്ല സാർ ജീവൻ. ഇതിന് പരിഹാരം രണ്ടുണ്ട്. ഒന്നുകിൽ പുഷ്പയെ സിൻഡിക്കേറ്റിന്റെ ചുമതലയിൽ നിന്നും മാറ്റി വീണ്ടും മംഗളശീലനെ തന്നെ ചുമതല ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പുഷ്പയും ഷെക്കാവത്തും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നു. അതെല്ലാം കേട്ട സിദ്ധപ്പ നേരെ ഷെക്കാവത്തിന്റെ അടുത്തെത്തി. സിദ്ധപ്പ ഷെക്കാവത്തിനോട്, ശരി ഇത്രയും നാളും നടന്ന എല്ലാ കാര്യങ്ങളും മറന്നേക്കൂ, അതിനു പകരമായി പുഷ്പയോട് പറഞ്ഞ് നിനക്ക് 10 കോടി രൂപ വാങ്ങിത്തരാം എന്ന് പറയുന്നു. അതിനു ഷെക്കാവത്ത് സിദ്ധപ്പയോട്, മിനിസ്റ്റർ സാർ നിങ്ങളുടെ ഉടുപ്പ് ഒന്ന് ഊരിക്കേ എന്ന് പറയുന്നു. അത് കേട്ട് കരിപ്പായ സിദ്ധപ്പ, ഡോ നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയാമോ എന്ന് ചോദിക്കുന്നു. അതിന് ഷെക്കാവത്ത്, കണ്ടോ സാർ, നിങ്ങളോട് നിങ്ങളുടെ ഷർട്ട് ഒന്ന് ഊരാൻ പറഞ്ഞപ്പോൾ കോപം വരുന്നുണ്ട്, എന്നാൽ പുഷ്പ എന്നെ കൊണ്ട് എന്റെ ഷർട്ടും പാന്റും എല്ലാം ഊരിപ്പിച്ചു. അത് കേട്ട നമ്മുടെ സിദ്ധപ്പ പിന്നെയൊന്നും ആലോചിച്ചില്ല. എന്താ ചെയ്തതെന്നല്ലേ, താൻ ഇട്ടിരുന്ന ഷർട്ടും ഊരി കൂടെ പാന്റും. എന്നിട്ട് ഷെക്കാവത്തിനോട്, എന്താ മതിയോ? പിന്നെ ഒരു കാര്യം, ഈ ബിസിനസിന് പുഷ്പ എത്രക്ക് ഇമ്പോർട്ടന്റ് ആണോ അത്ര തന്നെ നീയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നായാൽ ഈ ബിസിനസ് നല്ലതുപോലെ നടക്കും. വേണമെങ്കിൽ ഞാൻ
ഞാൻ പുഷ്പയെ കൊണ്ട് നിന്നോട് മാപ്പ് പറയിക്കാം എന്ന് പറയുന്നു. അത് കേട്ട് ഷെക്കാവത്ത് എന്ത് പുഷ്പ മാപ്പ് പറയുമോ എന്ന് ചോദിക്കുന്നു. അതിന് സിദ്ധപ്പ ഞാൻ മാപ്പ് പറയിക്കാം എന്ന് പറയുന്നു. അതിന് ഷെക്കാവത്ത് ഓക്കെ എങ്കിൽ എല്ലാ സിൻഡിക്കേറ്റ് ആളുകളുടെയും മുമ്പിൽ വെച്ച് പുഷ്പ മാപ്പ് പറഞ്ഞാൽ ഞാൻ എല്ലാം വിട്ടേക്കാം എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം ചേർന്ന് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതായി കാണിക്കുന്നു. ഈ പാർട്ടിയിൽ വെച്ചാണ് പുഷ്പ ഷെക്കാവത്തിനോട് മാപ്പ് പറയാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ ഷെക്കാവത്തും അവിടെ എത്തി. ഷെക്കാവത്തിനെ കണ്ട മംഗളശീലൻ ഷെക്കാവത്തിന്റെ അടുത്ത് വന്നിട്ട് സാർ പുഷ്പ മാപ്പ് പറയും എന്ന് കരുതിയാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പുഷ്പയെ കാണിക്കുന്നു. പുഷ്പയാണെങ്കിൽ ഷെക്കാവത്തിനോട് താൻ മാപ്പ് പറഞ്ഞാൽ തന്റെ വില പോകുമല്ലോ, എല്ലാവരും തന്നെ കളിയാക്കുമല്ലോ എന്നെല്ലാം ഓർത്ത് തന്റെ വീട്ടിലിരുന്ന് വെള്ളമടിക്കുകയായിരുന്നു. അത് കണ്ട് പുഷ്പയുടെ കൂടെയുള്ളവർ പുഷ്പയോട് ഷെക്കാവത്ത് സിൻഡിക്കേറ്റിലുള്ളയാളെ കൊന്നതിനാൽ സിൻഡിക്കേറ്റിലുള്ള എല്ലാവരും ഇപ്പോൾ നമുക്കെതിരായിരിക്കുകയാണ് എന്ന് പറയുന്നു. ആ സമയം ശ്രീവല്ലി പുഷ്പയോട് സിദ്ധപ്പ എപ്പോഴും നിങ്ങളുടെ നല്ലതിനു വേണ്ടിയല്ലേ പറയൂ, അദ്ദേഹമല്ലേ നിങ്ങളെ സിൻഡിക്കേറ്റിന്റെ ചുമതല ഏൽപ്പിച്ചതും, അതിനാൽ മാപ്പ് പറയുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു. അങ്ങനെ പുഷ്പയും ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി ഷെക്കാവത്തിന്റെ അടുത്ത് വന്നിട്ട് ഷെക്കാവത്ത് സാർ സോറി എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും തിരികെ പോകുന്നു. എന്നാൽ പുഷ്പയ്ക്കാണെങ്കിൽ ആ സോറി പറഞ്ഞതിൽ തന്റെ അഭിമാനം ഇല്ലാതായതുപോലെ ആയിരുന്നു. അതിനാൽ പാതി ദൂരം പോയ പുഷ്പ തന്റെ വണ്ടി തിരികെ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി. ഷെക്കാവത്താണെങ്കിൽ ആ സമയം ഫയർ ആയിരുന്ന പുഷ്പ സോറി പറഞ്ഞ് വീണ്ടും ഫ്ലവർ ആയി എന്നും പറഞ്ഞ് പോകാനായി തന്റെ വണ്ടിയിൽ കയറുകയായിരുന്നു. അത് കണ്ട പുഷ്പ തന്റെ വണ്ടി കൊണ്ട് ഷെക്കാവത്തിന്റെ വണ്ടിയിൽ കൊണ്ടിടിച്ച് ഷെക്കാവത്തിനെയും വണ്ടിയെയും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്നു. എന്നിട്ട് ഷെക്കാവത്തിനോട് അടുത്ത തിങ്കളാഴ്ച ഞാൻ 2000 ടൺ ചരക്ക് ചെന്നൈ ബോർഡർ കടത്തിയിരിക്കും, നിനക്ക് കഴിയുമെങ്കിൽ പിടിക്കൂ, അതിൽ നിന്നും ഒരു ചെറിയ തടിയെങ്കിലും പിടിച്ചെടുത്താൽ ഞാൻ ഈ സിൻഡിക്കേറ്റിൽ നിന്നും രാജിവെക്കാം എന്ന് പറയുന്നു. അതിനു ഷെക്കാവത്ത് ഞാൻ പിടിച്ചു കാണിച്ചു തരാം, എന്നിട്ട് നിന്നെ വീണ്ടും ഒരു കൂലിക്കാരനാക്കി തരാം എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ പുഷ്പയുടെ ചരക്കെല്ലാം എങ്ങനെയെങ്കിലും പിടിക്കണം എന്നും കരുതി ഷെക്കാവത്ത് എല്ലാ ചെക്ക് പോസ്റ്റും ബ്ലോക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. എന്നാൽ നമ്മുടെ പുഷ്പ റോഡിലൂടെ ചരക്ക് കൊണ്ടുപോകാതെ ചരക്കെല്ലാം 6 വഴി കൊണ്ടുപോകാൻ തുടങ്ങി. അതറിഞ്ഞ ഷെക്കാവത്ത് അതുവഴി പോയിക്കൊണ്ടിരുന്ന കാളവണ്ടികൾ വെച്ച് ലോഡുമായി വന്നുകൊണ്ടിരുന്ന ലോറികളെല്ലാം ബ്ലോക്ക് ചെയ്ത് ലോഡെല്ലാം പിടിച്ചെടുക്കുന്നു. എന്നിട്ട് പ്രസ് എല്ലാം വിളിച്ചുകൂട്ടി മീറ്റിംഗ് നടത്തുന്നു. ആ സമയം ഷെക്കാവത്തിന്റെ അടുത്തേക്ക് മംഗളശീലനും ഭാര്യ ദാക്ഷായണിയും വരുന്നു. എന്നാൽ ആ ചരക്കെല്ലാം കണ്ട മംഗളശീലൻ ഷെക്കാവത്തിനോട് ഇത് കാണുന്നതിന് ചന്ദനം പോലെ തോന്നുമെങ്കിലും ശരിക്കുള്ള ചന്ദനമല്ല, പുഷ്പ തന്റെ ചരക്ക് ചെന്നൈയിൽ എത്തിച്ചു എന്ന് പറയുന്നു. അത് കേട്ട് ഷെക്കാവത്ത് ഞാൻ അറിയാതെ ആ ചെക്ക് പോസ്റ്റിലൂടെ ഒരു ഈച്ച പോലും പോയിട്ടില്ല, പിന്നെ എങ്ങനെ അത്രയും ചന്ദനം കടത്തിയത് എന്ന് ചോദിക്കുന്നു. ആ സമയം അതിലൂടെ ധാരാളം കാളകൾ നടന്നു പോകുന്നതായി ഷെക്കാവത്ത് കാണുന്നു, കൂടെ നമ്മുടെ പുഷ്പയും. സംഭവം എന്തെന്നാൽ ഷെക്കാവത്ത് ഈ ലോഡെല്ലാം പിടിച്ചെടുക്കുന്നതിന് കുറെ കാളവണ്ടികൾ ഉപയോഗിച്ച് ലോറികളെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നല്ലോ. ആ കാളവണ്ടികളെല്ലാം ഉണ്ടാക്കിയത് ചന്ദനമരം വെച്ചായിരുന്നു. അതറിയാതിരിക്കാൻ അതിൽ പെയിന്റും അടിച്ചിരുന്നു. പുഷ്പ പറഞ്ഞു എന്റെ ലോഡെല്ലാം ബോർഡർ കടന്ന് ചെന്നൈയിലെത്തി. അതിന് ഷെക്കാവത്ത് ബോർഡർ അല്ലേ കടന്നുള്ളൂ, കടല് കടന്നില്ലല്ലോ, ആ കടല് കടക്കുന്നതിന് മുമ്പ് ഞാൻ പിടികൂടും എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ പുഷ്പ തന്റെ ഭാര്യ ശ്രീവല്ലിയുടെയും അമ്മയുടെയും കൂടെ അമ്പലത്തിൽ ഉത്സവം കൂടുന്നതിന് വരുന്നതായി കാണിക്കുന്നു. ആ അമ്പലത്തിൽ പുഷ്പയുടെ ചേട്ടന്മാരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. പുഷ്പയുടെ ചേട്ടന്മാർക്ക് പുഷ്പയെ ഇഷ്ടമല്ലായിരുന്നു, എങ്കിലും ചേട്ടന്മാരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കുമെല്ലാം പുഷ്പയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പുഷ്പയെ കണ്ടതും ചേട്ടന്റെ മകൾ കാവേരി ചെറിയച്ച എന്നും വിളിച്ച് പുഷ്പയുടെ അടുത്തേക്ക് വന്നു. എങ്കിലും ചേട്ടന്മാരോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് തോന്നുന്നു പുഷ്പ കാവേരിയെ നോക്കിയിരുന്നില്ല. എങ്കിലും ശ്രീവല്ലി കാവേരിയെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവർ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീവല്ലി ഗർഭിണിയാണെന്നുള്ള കാര്യം അവരറിയുന്നത്. അതറിഞ്ഞ സന്തോഷത്തിൽ ആ അമ്പലത്തിലെ പ്രധാന നേർച്ചയായ പെൺവേഷം കെട്ടി പുഷ്പ തീക്കുഴിയിലെല്ലാം ഇറങ്ങുന്നു. അങ്ങനെ അവർ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീവേഷം കെട്ടിയ കുറെ പേർ വന്ന് കാവേരിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നതായി പുഷ്പ കാണുന്നു. പിന്നെയുള്ള കാര്യം പറയണ്ടല്ലോ, പിന്നെ അവിടെ നടന്നത് വമ്പൻ ഇടിയാണ്. ആ ഇടി തിയേറ്ററിൽ കാണാൻ അടിപൊളിയായിരുന്നു. എന്തെന്നാൽ നല്ല കളർഫുൾ ഇടിയായിരുന്നു അത്. ആ ഇടിയെല്ലാം കഴിഞ്ഞപ്പോൾ പുഷ്പയുടെ ചേട്ടൻ മോഹൻരാജ് അവിടേക്ക് വരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടുവന്ന മോഹൻരാജ് പുഷ്പയോട് നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ നിന്നെ എന്റെ അനിയനായി കാണണമെന്ന് കരുതേണ്ട, അതിനുവേണ്ടി നീ എന്ത് നാടകം കളിച്ചിട്ടും കാര്യമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ കാവേരിയോട് മിസ്ബിഹേവ് ചെയ്ത എല്ലാവരെയും
അവിടെയുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് പാതി മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ഷെഖാവത്തും മംഗളസീനുവും ദാക്ഷായണിയും ചേർന്ന് ആന്ധ്ര മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതായി കാണിക്കുന്നു. ഷെഖാവത്ത് മുഖ്യമന്ത്രിയോട് സാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റി ആ സിദ്ധപ്പയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി, ആര് സിദ്ധപ്പയോ? അവനെ എനിക്ക് 30 വർഷമായി അറിയാവുന്നതാണ്. അവൻ അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല എന്ന് പറയുന്നു. അതിന് മംഗളസീനും, ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പുഷ്പയാണ്, സിദ്ധപ്പ ഒരു സഹായി മാത്രമാണ് എന്ന് പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി, പുഷ്പയോ? അവൻ എന്റെ ഓഫീസിൽ വന്നിരുന്നു, എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഞാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അതിന് ഷെഖാവത്ത്, അന്ന് ആ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്ന് പറയുന്നു. അതിന് മുഖ്യമന്ത്രി, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അതിന് ഷെഖാവത്ത്, പുഷ്പ ഇതിനെല്ലാം പൈസ റെഡിയാക്കുന്നതിനായി ടൺ കണക്കിന് ചരക്ക് ചെന്നൈ ഹാർബറിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ അവിടെ നിന്നും വിദേശത്തേക്ക് കടത്തും. അതിനാൽ സാർ എത്രയും വേഗം ചെന്നൈ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഞങ്ങൾക്ക് അവിടെ പോയി ആ ചരക്കെല്ലാം കണ്ടെത്തുന്നതിന് ലോക്കൽ പോലീസിന്റെ സപ്പോർട്ട് വേണമെന്ന് പറയണം എന്ന് പറയുന്നു. അങ്ങനെ ഷെഖാവത്ത് പുഷ്പയുടെ ആളായ ജഗ്ഗാ റെഡ്ഡിയെ ഫോളോ ചെയ്ത് പുഷ്പയുടെ ചരക്ക് രാമേശ്വരത്ത് നിന്നും ലങ്കയിലേക്ക് കടത്തുന്നതിനുള്ള പ്ലാനാണ് എന്നറിഞ്ഞ് രാമേശ്വരത്തെത്തുന്നു. അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും മരുന്നിന് പോലും ഒരു തുള്ളി ചന്ദനം അവിടെ നിന്നും കിട്ടിയില്ല. എന്തെന്നാൽ ചരക്കെല്ലാം കടലിനടിയിൽ ആയിരുന്നു. അതായത് അവിടെയുണ്ടായിരുന്ന ഫിഷിംഗ് ബോട്ടിന്റെ എല്ലാം അടിയിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. ഷെഖാവത്തിനെ കണ്ട പുഷ്പയുടെ ആളുകൾ ചന്ദനത്തടികൾ വെച്ചിരുന്ന ബോട്ടുമായി നേരെ ലങ്കയിലേക്ക് പോകുന്നു. അത് കണ്ട ഷെഖാവത്ത് പോലീസുകാരുടെ കൂടെ ഒരു സ്പീഡ് ബോട്ടിൽ അവരുടെ ബോട്ടിനെ പിന്തുടർന്നു. എന്നാൽ പുഷ്പയുടെ ആൾക്കാർ ശ്രീലങ്കൻ അതിർത്തി കടന്ന് അപ്പുറത്തെത്തി. അത് കണ്ട ഷെഖാവത്തും ശ്രീലങ്കയുടെ അതിർത്തിയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും കടലിൽ ഉണ്ടായിരുന്ന നേവി ഉദ്യോഗസ്ഥർ അവരെയെല്ലാം ബ്ലോക്ക് ചെയ്തു. എന്തെന്നാൽ അവർ സ്പീഡ് ബോട്ടിലാണ് വന്നിരുന്നത്. വേറെ രാജ്യത്തെ സ്പീഡ് ബോട്ടുകൾ അവിടേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. പുഷ്പയുടെ ആളുകൾ മാത്രം എങ്ങനെ പോയെന്നായിരിക്കും. അവർ പോയത് ഫിഷിംഗ് ബോട്ടിലാണ്. ഫിഷിംഗ് ബോട്ടിന് അത് ബാധകമല്ലായിരുന്നു. അങ്ങനെ ചരക്ക് കറക്റ്റ് സ്ഥലത്തെത്തിച്ച് 5000 കോടി രൂപ പുഷ്പയുടെ കൈകളിലെത്തി. ആ പൈസയിൽ നിന്നും പുഷ്പ ഓരോ മന്ത്രിമാർക്കും ഓരോ സോഫ വീതം അയച്ചു. അങ്ങനെ സിദ്ധപ്പ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. സിദ്ധപ്പ മുഖ്യമന്ത്രി പദവിയിൽ കയറിയതും ആദ്യം ചെയ്ത കാര്യം പുഷ്പയുടെ വീട്ടിൽ പോവുക എന്നതായിരുന്നു. അങ്ങനെ പുഷ്പയുടെ വീട്ടിൽ CM സിദ്ധപ്പ വന്നതും അന്ന് പുഷ്പ സിദ്ധപ്പയുടെ കൂടെ എടുത്ത ഫോട്ടോയും എത്തിയിരുന്നു. അതായത് ശ്രീവല്ലി ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പുഷ്പ CMന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എത്തി. സിദ്ധപ്പ ശ്രീവല്ലിയോട് ഒരേ വാർത്തയിൽ മുഖ്യമന്ത്രി തന്നെ മാറ്റിക്കളഞ്ഞല്ലോ ദേവി, നീ അന്ന് CMന്റെ കൂടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞതിനാലാണ് പുഷ്പ CMനെ തന്നെ മാറ്റിയത്. അതിനാൽ നിനക്കിനി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമേ എന്നോടൊന്ന് പറയണേ എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി ഷെഖാവത്തിനെ കാണിക്കുന്നു. ഷെഖാവത്ത് ആ സമയം താൻ പിടികൂടിയ ഡ്യൂപ്ലിക്കേറ്റ് ചന്ദനമരങ്ങളുടെ നടുക്ക് നിൽക്കുകയായിരുന്നു. ഷെഖാവത്തിന്റെ അടുത്തേക്ക് SI കുപ്പരാജ് വന്നിട്ട്, സാർ നമുക്ക് പണി കിട്ടി, ഇനി 2 ദിവസത്തിനുള്ളിൽ ഈ തടിയെല്ലാം ലേലത്തിൽ വെക്കാൻ പോവുകയാണ്. അപ്പോഴിത് ഫേക്ക് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയും എന്ന് പറയുന്നു. അതിന് ഷെഖാവത്ത്, നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആക്കിയാലോ എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചരക്കിലെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം കത്തിച്ചാരമായി മാറും, അതായത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിന് കുപ്പരാജ്, സാർ വരൂ സാർ, നമുക്ക് പുറത്തേക്ക് പോകാം, തീ ആളി കത്താൻ തുടങ്ങി എന്ന് പറയുന്നു. അതിന് ഷെഖാവത്ത്, എന്ത് പോകാനോ, നമ്മളും ഇതിന്റെ കൂടെ കത്തിത്തീരണം, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം വരും എന്നും പറഞ്ഞ് കുപ്പരാജിനെ കെട്ടിപ്പിടിക്കുന്നു. അതിന് കുപ്പരാജ് ഷെഖാവത്തിനെ പിടിച്ചു മാറ്റിയിട്ട് സാറിന് ഭ്രാന്താണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ആ സമയം അവിടെ മുഴുവനും ബ്ലാസ്റ്റ് ആകുന്നതായി കാണിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി പുഷ്പയുടെ വീട്ടിലേക്ക് പുഷ്പയുടെ ചേട്ടന്റെ ഭാര്യ ബിന്ദു വരുന്നതായി കാണിക്കുന്നു. ചേട്ടത്തിയമ്മ പറഞ്ഞു, പുഷ്പ, എന്റെ മകൾ കാവേരിയെ ആരോ കടത്തിക്കൊണ്ടുപോയി. അതായത് അന്ന് ഉത്സവത്തിന് വെച്ച് കുറച്ചുപേർ മിസ്ബിഹേവ് ചെയ്തില്ലേ കാവേരി, ആ കാവേരിയെയാണ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. പിടിച്ചുകൊണ്ടുപോയവർ 2 കോടി ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് നമ്മുടെ പുഷ്പ വൈൽഡ് ഫയറായി തോക്കുമെടുത്ത് വേട്ടയ്ക്കിറങ്ങി. എന്നിട്ട് അവിടെയുള്ള എല്ലാ മീഡിയക്കാരെയും വിളിച്ചു വരുത്തി, എന്റെ വീട്ടിലെ പെണ്ണിനെ കടത്തിക്കൊണ്ടു പോകാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാടാ, നിനക്ക് ഞാൻ 1 മണിക്കൂർ സമയം തരാം, അതിനു മുൻപ് എന്റെ വീട്ടിലെ കുട്ടിയെ തിരികെ കൊണ്ടാക്കിയില്ലെങ്കിൽ നീയൊന്നും അടുത്ത സൂര്യോദയം കാണില്ല എന്ന് പറയുന്നു. അങ്ങനെ പുഷ്പയുടെ ആളുകളെല്ലാം കാവേരിയെ എല്ലായിടങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ കാവേരിയെ കണ്ടെത്താൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ആ സമയം കാവേരിയെ പിടിച്ചുകൊണ്ടുപോയവരെ കാണിക്കുന്നു. അതാരാണെന്നല്ലേ, അന്ന് ഉത്സവത്തിന് കാവേരിയോട് മിസ്ബിഹേവ് ചെയ്തതിന്
പുഷ്പയുടെ കയ്യിൽ നിന്നും ഇടിവാങ്ങിയില്ലേ, അവർ തന്നെയായിരുന്നു. ഇതിൽ വലിയ കാര്യം എന്തെന്നല്ലേ, ആ കടത്തിക്കൊണ്ടു പോയവൻ സിദ്ധപ്പയെ CM ആക്കാൻ കൂടെ നിന്ന പ്രൈം മിനിസ്റ്ററിന്റെ അനിയന്റെ മകനും. അതിനാൽ തന്നെ PM നേരെ പുഷ്പയെ കോൾ ചെയ്ത് അതെന്റെ അനിയന്റെ മകനാണ്, അവനെ ഒന്നും ചെയ്യരുത്, കാവേരിയെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കാം എന്ന് പറയുന്നു. എന്തെന്നാൽ പുഷ്പ ഒരു കാര്യത്തിനു വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് PM-ന് നല്ലതുപോലെ അറിയാമല്ലോ. ആ സമയം കാവേരിയെ പിടിച്ചുകൊണ്ടു പോയവരുടെ അടുത്തു നിന്നും പുഷ്പയ്ക്ക് കോൾ വരുന്നു. നീ മാത്രം തനിയെ വാ പുഷ്പ എന്നും പറഞ്ഞ്. അങ്ങനെ പുഷ്പ അവരുടെ അടുത്തെത്തി. അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് വന്ന പുഷ്പയെ, അന്ന് പെൺവേഷം കെട്ടിയല്ലേ ഞങ്ങളെ അടിച്ചത്, അതിനാൽ ഇന്നും പെൺവേഷത്തിൽ തന്നെ നീ അടി വാങ്ങിക്കോ എന്നും പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് പുഷ്പയെ പെൺവേഷം കെട്ടിക്കുന്നു. എന്നിട്ട് പുഷ്പയെ അടിച്ചു വീഴ്ത്തി പുഷ്പയുടെ കയ്യും കാലുമെല്ലാം കൂട്ടി കെട്ടിവെക്കുന്നു. പുഷ്പ തിരിച്ചടിക്കാത്തത് എന്താണെന്നല്ലേ, കാവേരിയുടെ ശബ്ദം മാത്രമേ പുഷ്പയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാവേരിയെ ഇനിയും കണ്ടിരുന്നില്ല. അങ്ങനെ പുഷ്പയെ അടിച്ചു വീഴ്ത്തിയിട്ട് അവർ കാവേരിയെ പുഷ്പയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പുഷ്പയുടെ മുമ്പിൽ വെച്ച് തന്നെ കാവേരിയോട് മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങി. പുഷ്പ ഫയർ അല്ല വൈൽഡ് ഫയർ ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കയ്യും കാലുമെല്ലാം കൂട്ടിക്കെട്ടി വെച്ചിരുന്നിട്ടും പുഷ്പ അവരെയെല്ലാം അടിച്ചു പറത്തി. അങ്ങനെ പുഷ്പയുടെ ആളുകളെല്ലാം അവിടെ എത്തി. PM-ന്റെ അനിയന്റെ മകനാണ് അതെന്ന് അവരറിഞ്ഞിരുന്നു. അതിനാൽ അവരെല്ലാവരും അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ പുഷ്പ അവിടെ ഉണ്ടായിരുന്ന ഒരു തൃശൂലം വെച്ച് ആ വില്ലനെ കുത്തിക്കൊല്ലുന്നു, കൂടെ PM-ന്റെ അനിയനെയും. അങ്ങനെ സീൻ കട്ടായി പുഷ്പയുടെ വീട്ടിലേക്ക് പുഷ്പയുടെ ചേട്ടൻ വരുന്നതായി കാണിക്കുന്നു. ഇത്രയും നാളും പുഷ്പയെ അനിയനായിട്ട് പോലും കാണാതിരുന്ന ചേട്ടൻ ഇപ്പോഴെന്തിനാണ് അവിടെ എത്തിയതെന്നല്ലേ, തന്റെ മകളെ രക്ഷിച്ചതിന് തന്റെ മകളുടെ കല്യാണം വിളിക്കാൻ വന്നതായിരുന്നു ചേട്ടൻ. ചേട്ടൻ പുഷ്പയുടെ അമ്മയോടും അവിടെയുള്ള എല്ലാവരോടും താൻ ഇത്രയും നാളും ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയുന്നു. അങ്ങനെ കുറെ സെന്റി എല്ലാം കാണിച്ചതിനു ശേഷം ചേട്ടന്റെ മകൾ കാവേരിയുടെ കല്യാണം കാണിക്കുന്നു. കല്യാണത്തിന് പുഷ്പയും ഫാമിലിയും വന്നത് കണ്ട് ചേട്ടന്മാർക്കും അവിടെയുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടെ ഹാപ്പി എൻഡിങ് കാണിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതാ വീണ്ടും നമ്മുടെ PM-നെ കാണിക്കുന്നു. PM പുഷ്പയുടെ മേൽ കൊടും ദേഷ്യത്തിലായിരുന്നു. അതേസമയം PM-ന്റെ അടുത്ത് സിൻഡിക്കേറ്റിലുള്ള എല്ലാവരും വരുന്നതായി കാണിക്കുന്നു, പുഷ്പ ഒഴികെ. PM അവരോട് എല്ലാവരും വന്നു, എന്നാൽ വരേണ്ടവൻ വന്നില്ല അല്ലേ എന്ന് ചോദിക്കുന്നു. അതിനവർ പുഷ്പ വന്നില്ലെങ്കിലും പുഷ്പയുടെ സമ്മാനം വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ബൊക്കെ PM-ന് കൊടുക്കുന്നു. അങ്ങനെ സീൻ കട്ടായി. ഇപ്പോൾ PM-ന് കൊടുത്ത ആ ബൊക്കെ ഇവിടെ പുഷ്പയുടെ ചേട്ടന്റെ മകളുടെ കല്യാണ പന്തലിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു, വിത്ത് ബോംബും. അപ്പോൾ ആരോ ഒരാൾ ഒരു മലമുകളിൽ നിന്നും ബൈനോക്കുലറിലൂടെ ആ കല്യാണ പന്തലിലേക്ക് നോക്കി ഒരു സ്വിച്ച് ഞെക്കിയതും ആ കല്യാണം നടക്കുന്ന സ്ഥലം മുഴുവൻ ബ്ലാസ്റ്റ് ആകുന്നതായി കാണിക്കുന്നു. ഒപ്പം പുഷ്പ 3 ഇത് റാംപേജ് എന്നും കാണിക്കുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.